പൊളിഞ്ഞു വീണത് എന്തൊക്കെയാണ്, ഇനി പൊളിയാൻ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? കോഴിക്കോട്ടേക്ക് ആദ്യം ന്യൂസ് ബസ് പോകുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നതിൽ ഗുരുതര അനാസ്ഥയെന്ന് വിലയിരുത്തൽ. റെയിൽവേ അധികൃതർ നിർമ്മാണ കമ്പനിയായ റാങ്ക് കൺസ്ട്രക്ഷനെ പൊളിക്കാൻ ഏൽപ്പിച്ചെങ്കിലും നടപടിയെടുത്തിട്ടില്ല. 4 ദിവസം മുൻപും റെയിൽവേ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 3 മാസം മുൻപാണ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് ലഭിച്ചത്. 4 മാസം മുൻപ് കെട്ടിടത്തിന്റെ താഴെ വരെ 2 സെന്റിമീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗം പൊളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്ഥലത്ത് നിന്ന് സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, വലിയൊരു ദുരന്തം ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ എങ്ങനെയോ ഏതൊക്കെയോ ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ട ഒരവസ്ഥയാണ്. അതിൽ ഇത്രയും പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ ഇതുപോലുള്ള ഒരു ക്ലോക്ക് ടവർ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതും ഏറ്റവും തിരക്കുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോലുള്ള ഒരു ഇടത്ത്. ഇതിന് പ്രാഥമികമായി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ഓരോ ഘട്ടങ്ങളിലും വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്. അടിമുടി വീഴ്ച എന്ന് പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അതായത് നിലവിൽ ഇതേ ബാക്കിയുള്ള കെട്ടിടം പൊളിച്ചു നീക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ രാവിലെ 11:10 കൂടിയാണ് ഈ ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗം പകുതി അടർന്ന് 2ാം പ്ലാറ്റ്ഫോമിലേക്ക്, ഒപ്പം തന്നെ ഇവിടെ കിടന്ന കണ്ണൂർ കോഴിക്കോട് പാസഞ്ചറിന്റെ മുകളിലേക്കും വീണത്. ബാക്കി ഉണ്ടായിരുന്ന ക്ലോക്ക് ടവറിന്റെ ഭാഗങ്ങൾ ഇന്നലെ തന്നെ അത് പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും കയറ് കെട്ടി JCB കൊണ്ട് വലിക്കാൻ നോക്കിയെങ്കിലും അത് തകർക്കാൻ പറ്റില്ല. തുടർന്ന് ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികൾ അതിന്റെ മുകളിൽ കയറി ഡ്രില്ലറും കമ്പിപ്പാരി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പൊളിക്കുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ പറയുന്നത് നിയന്ത്രിത അളവിൽ അത് സുരക്ഷകൾ പാലിച്ചുകൊണ്ട് അത് പൊളിച്ചു നീക്കുന്നുവെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ഇന്ന് ഒരു 2 അടിയോളം അതിന്റെ ഉയരം കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ക്ലോക്ക് ടവറാണ്. 138 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറാണ്. അതിന്റെ ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി നിൽക്കുന്ന ഭാഗം അവർ അവിടുന്ന് പൊളിച്ചു നീക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്രെയിൻ കൊണ്ടുവന്ന് ഇത് പൊളിക്കണമെങ്കിൽ ഇവിടുത്തെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ അഴിക്കേണ്ടി വരും. അങ്ങനെ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ അതിന്റെ മുകളിൽ കയറ്റിക്കൊണ്ട് ഇത് പൊളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ CPMന്റെ നേതാക്കളും മുഹമ്മദ് റിയാസ് MLA ഒക്കെ തന്നെ വന്ന സമയത്ത് പറഞ്ഞിരുന്നു തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷ നൽകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റെയിൽവേ അത് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സുരക്ഷ ഒരുക്കുന്നുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയാൽ കാണാം, ഞാൻ നിൽക്കുന്നത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇത്തരത്തിൽ 10,000 യാത്രക്കാർ ദിവസവും വന്നു പോകുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. ഇത് 4 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിന്റെ 2ന്റെയും 3ന്റെയും നടുവിലാണ് ഈ ക്ലോക്ക് ടവർ ഉള്ളത്. ആ ക്ലോക്ക് ടവറാണ് ഇന്നലെ 11:10 കൂടി ഇവിടെ തകർന്നു വീണത്. ഇന്നലെ വീണ ഘട്ടത്തിൽ റെയിൽവേ അറിയിച്ചത് ഇത് ഇന്നലെ മുതൽ പൊളിക്കാൻ വേണ്ടിയിരുന്ന ക്ലോക്ക് ടവർ ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പാസഞ്ചർ ട്രെയിൻ നിർത്തിയിട്ടെന്ന ചോദ്യം ഉയർന്നപ്പോൾ അതിനൊരു മറുപടി റെയിൽവേക്ക് നൽകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഏതായാലും 2 വർഷത്തിലേറെയായിട്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയും കരാർ ജീവനക്കാരും ഇവിടെയുണ്ട്. അവർക്ക് തന്നെയാണ് ഇത് പൊളിക്കാനുള്ള നിർദ്ദേശവും റെയിൽവേ നൽകിയത്. 3 മാസം മുൻപൊക്കെ തന്നെ ഇതിന് വിള്ളലുണ്ട്, കാലപ്പഴക്കം വന്നുകൊണ്ട് തന്നെ ഇത് തകരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു എന്ന് പറയുന്നു. പൊളിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പൊളിക്കൽ നടപടിയിലേക്ക് നീങ്ങിയിരുന്നില്ല. അതിന് മുൻപ് തന്നെ ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കൂടിയാണ് വന്നത്. ഏതായാലും 138 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. ഈ അപകട സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ജീവനക്കാരുണ്ടാകാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായി പോയത്. കാരണം അത് തകർന്നു വീണത് 2ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ്. ഒപ്പം അവിടെ നിർത്തിയിട്ട ട്രെയിനിന്റെ മുകളിലേക്ക് കൂടിയാണ് തകർന്നു വീണത്. വലിയൊരു അപകടം ഒഴിവായി. ബാക്കിയുള്ള ഭാഗം കൂടി അപകടരഹിതമായി അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ ചെറിയ തോതിൽ ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചിരുന്നു. ഇന്നും കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ മാത്രമാണ് വെസ്റ്റ് ഹിൽ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയത്. ബാക്കി എല്ലാ ട്രെയിനുകളും കൃത്യസമയത്ത് 1ാം പ്ലാറ്റ്ഫോമും ഒപ്പം തന്നെ 4ാം പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 10,000 യാത്രക്കാർ വരുന്ന ഒരു കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ തന്നെ പൊളിച്ച് ആധുനിക രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികൾ നടന്നു വരികയാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു അപകടം കൂടി ഉണ്ടായത്. സിനോജ് തോമസ് ആണ് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.